നിർമ്മലാനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കൃഷ്ണ ഭഗവാനെ. ഇത് അമ്മയ്ക്ക്. കഴിഞ്ഞിട്ടും കൊടുക്ക. ദൈവമേ. അച്ഛന് കൊടുക്ക. അച്ഛാ. സന്തോഷം. സന്തോഷായില്ലേ? കുറെ കാലത്തിന് ശേഷം വീണ്ടും സന്തോഷമുള്ളൊരു വിഷു അല്ലേ പ്രഭേ? അതെ മോന, ഈ ഭാഗ്യം ഞങ്ങൾക്ക് തന്നത്. നീ ഞങ്ങളുടെ മോളുടെ കഴുത്തി താലി കെട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഒരു സങ്കട വിഷു ആയേനെ. ഏയ് അങ്ങനൊന്നും പറയല്ലേ. കല്യാണം കഴിഞ്ഞില്ലെങ്കിലും പ്രതിഭ നിങ്ങൾക്കൊരു സങ്കടമാവില്ലെന്ന് എനിക്കറിയാം, അല്ലേ? കണ്ടില്ലേ, അമ്മയ്ക്ക് അതിൽ വിശ്വാസം ഇല്ലായിരുന്നു. സത്യേട്ടൻ അങ്ങനെയല്ല. എന്തായാലും എത്തേണ്ട കയ്യിൽ തന്നെയാ നീ എത്തിച്ചേർന്നത്. അതാ അച്ഛന്റെ ഏറ്റവും വലിയ സന്തോഷം. അതെ. ഇതങ്ങോട്ട് വെച്ചേ. മോളെ, ആ തിരി ഒന്ന് കത്തിച്ചേക്ക്. എന്നെയും പ്രതിഭയെ ഒരുമിപ്പിക്കാൻ അങ്കിള് എന്തൊക്കെയോ ഇടപെടലുകൾ നടത്തിയെന്നൊരു സംശയം അമ്മ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനൊരു സൂചന അമ്മയുടെ സംസാരത്തിൽ നിന്ന് എനിക്കും കിട്ടിയായിരുന്നു. ശരിക്കും സത്യേട്ടന്റെ ഇന്ദുവിന്റെ കല്യാണം നടക്കാതിരുന്നത് അച്ഛനെന്തെങ്കിലും അട്ടിമറി നടത്തിയിട്ടായിരുന്നോ? ഏയ്, തമാശയ്ക്ക് പോലും മോളങ്ങനെ ചിന്തിച്ചു പോലെ കേട്ടോ. ഇന്ദുവിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചെന്ന് എല്ലാരെക്കാളും നന്നായി സത്യനറിയാലോ. അതെ, അച്ഛൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ അറിയാതിരിക്കോ മോളെ? സത്യം നിന്നെ താലി കെട്ടിയതിന് ശേഷമാ ആ വിവരം ഞാൻ പോലും അറിയുന്നേ. ഞാനും പ്രതിഭയും ഒരു തമാശ പറഞ്ഞതാ, നിങ്ങളത് സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. അല്ല, മോളും മരുമോനും ആദ്യമായിട്ട് വിഷുവിന് വന്നിട്ട് അച്ഛനും അമ്മയെ സംസാരിച്ച് സമയം കളയാണോ? വിഷു സ്പെഷ്യലായിട്ട് എന്താ ഞങ്ങൾക്ക് തരാൻ പോകുന്നത്? രണ്ടാളും ആദ്യം അങ്ങോട്ട് പോയിരിക്കെ. സദ്യ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനു മുമ്പേ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. നിങ്ങളിരിക്കെ. ഞാനും കൂടി അങ്ങോട്ട് ചെല്ലട്ടെ. മോനെ, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. അല്ല, അങ്കിളിരിക്കാം. വീട്ടില് വിഷു ആഘോഷമൊക്കെ എങ്ങനെയാ? ഇന്ദ്രനും ശ്യാമും സോനയൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ശ്യാമും സോനയും അവന്റെ അച്ഛനടുത്തേക്ക് പോവും അങ്കിൾ. ഓ, അദ്ദേഹം ഫ്ലാറ്റിൽ തനിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവര് അവിടെ ആവാന്ന് വെച്ചു. അത് നന്നായി. സുഖമില്ലാത്ത ആളല്ലേ? മോനെ കുടിക്ക്. അമ്മ ഇന്ദ്രേട്ടനും വീട്ടിലുണ്ട്. പക്ഷേ സദ്യയൊന്നും വീട്ടിൽ ഒരുക്കണ്ടെന്ന തീരുമാനത്തിലാ അമ്മ. അല്ല, അതെന്താ?
വിഷു സദ്യക്ക് ഇപ്പോ ഹോം ഡെലിവറി അല്ലേങ്ങളെ ഇപ്പൊ ഒരു കോൾ ചെയ്താ സൂപ്പർ സദ്യ അവിടെ എത്തും. അപ്പൊ പിന്നെ രണ്ടുപേർക്കുള്ള സദ്യ ഉണ്ടാക്കാൻ വേണ്ടി അമ്മ അങ്ങനെ കഷ്ടപ്പെടണ്ടല്ലോ. അത് ശരിയാ. 2 പേർക്ക് സദ്യ ഉണ്ടാക്കുന്നതും 10 പേർക്ക് സദ്യ ഉണ്ടാക്കുന്നതും ഒരു ജോലിയാ മോനെ. ഇപ്പൊ അല്ലെങ്കിലും എല്ലാവരും സദ്യ ഓർഡർ ചെയ്യാന്നാ കേട്ടത്. പക്ഷേ ഇവിടെ അത് പറ്റില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്കിന്ന് വീട്ടിലുണ്ടാക്കിയ നാടൻ വിഷു സദ്യ കഴിക്കാം. സദ്യക്ക് മുമ്പ് ഒരെണ്ണം അടിച്ചാൽ നന്നായി സദ്യ ഉണ്ണാൻ പറ്റും. അല്ല, ഇന്ദ്രൻ എന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? ഇത്തവണത്തെ വിഷു ഇവിടെ ആയിരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ. നമ്മൾ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു മരവ് പരവി. എൻ്റെ ഇന്ദ്ര, നീ അതങ്ങോട്ട് പിടിപ്പിച്ചേ. എല്ലാ മരവിപ്പും അതോടെ അങ്ങ് മാറിക്കിട്ടും. ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെയാണല്ലോ ഇന്ദ്ര. ഒന്ന് മുട്ടിക്കേ. Cheers. എൻ്റെ ഇന്ദ്ര, സ്കോച്ചൊന്നും ഒറ്റവലിക്ക് കുടിക്കരുത്. ഇത് സിപ്പ് ചെയ്ത് കഴിക്കണം. ഇനി അടുത്തത് സിപ്പ് ചെയ്ത് കഴിക്കാം. എന്തായാലും എനിക്ക് ഈ വിഷു സന്തോഷത്തിന്റെ വിഷുവാ. നിങ്ങളും കൂടി വന്നപ്പോ അത് ഇരട്ടി സന്തോഷമായി. സത്യം പറഞ്ഞ ഇന്ദ്ര, അനുപമയും കൂടെ വേണമായിരുന്നു. ഇതാ പിടിക്ക്. അവരെ കഴിക്കാൻ വിളിക്കേ. ആന്റി എന്താ നോക്കി? രവിയും കുടിക്കൂ. വാ, നമുക്കപ്പോഴത്തേക്കെല്ലാം വിളമ്പാം. സുശീല അങ്ങ് വിളമ്പിയാ മതി. ആയിക്കോട്ടെ. നന്നായിട്ടെടുത്തോ. ചെല്ല്, അവരെ പോയി വിളിക്കേ. കറികളെല്ലാം വളരെ നന്നായിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയായിരുന്നു.